നമ്മൾ അങ്ങോട്ട് പോയപ്പോ ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ കാറ്റടിച്ചിട്ട് ഓളം വെള്ളം ഇങ്ങനെ കേറി കേറി വരുന്നുണ്ട്, തിരിച്ചു വരുമ്പോ വെള്ളം ആയിരിക്കും എന്ന്. കണ്ടോ, തിരിച്ചു വന്നപ്പോ വെള്ളമായി. ഇത്രയും വെള്ളമുണ്ട്. അങ്ങോട്ട് പോകുമ്പോ കേറുന്നേ ഉണ്ടായിരുന്നു. ഇപ്പൊ കണ്ടോ, ഇത്രയും വെള്ളമുണ്ട് ഇവിടെ. ചെറിയൊരു തോട് പോലെ തന്നെയായി. ഈ വീടൊക്കെ കണ്ടോ താന്നു പോകുന്നുണ്ട്. നമ്മള് ഇവിടെ മൺട്രോ തുരുത്തില് ഒരു ദ്വീപുണ്ട്. അതായത് ഈ മൺട്രോ ഐലൻഡിനുള്ളിൽ വേറൊരു ദ്വീപ് പോലത്തെ ഒരു സ്ഥലം. അങ്ങനെ അധികം ആരും എന്നുവെച്ചാൽ അങ്ങനെ അറിയപ്പെടാത്തൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ പോവാൻ വഴിയൊക്കെ ഇത്തിരി അങ്ങനെയുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ വരെയുണ്ട്. നമുക്കപ്പോൾ അവിടെ പോയി നോക്കാം. ഇത് നമ്മൾ മറ്റേ പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്ത് വരുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം തുടങ്ങുന്നതും പ്ലാറ്റ്ഫോമിൻ്റെ എൻഡിലും പാലമാണ്. നമ്മൾ ഈ വഴി വേണം ആ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി. കയറുണ്ടാക്കുന്ന സ്ഥലവും കയറുണ്ടാക്കുന്ന മെഷീൻ പോലെ പക്ഷെ മാനുവലി ചെയ്യേണ്ട വർക്കാണ്. എന്നെ കയറുണ്ടാക്കി വെച്ചേക്കുന്നത് ഇതിലൊക്കെ വെച്ചിട്ട് ചേച്ചിമാർ ചെയ്യുന്നതൊക്കെ. എന്നിട്ട് അടിപൊളി. തൊട്ടൊക്കെ കുഴപ്പമില്ല. ഇതെന്ത് ചെയ്യാനാ കയറൊക്കെ കൊണ്ടുപോകാളൂ വന്ന്? അല്ല, അത് കൊണ്ടു കൊടുക്കണം, വണ്ടി കയറ്റി കൊണ്ടു കൊടുക്കണം. കോടമണ്ണിൽ കൊടുക്കണം. ഗോഡൗണില് കൊല്ലത്ത് സർക്കാരിന്റെ ഇത്. സർക്കാരിന്റെ അല്ല ഇപ്പം? സർക്കാരിന്റെ. അവര് അവിടെ കൊടുത്ത് നമ്മൾ വണ്ടിയെ കയറ്റി അങ്ങോട്ട് നിന്ന് കൊടുത്ത് അങ്ങനെയൊക്കെ പൈസ കിട്ടത്തുള്ളൂ. പണിക്കാരൊക്കെ ഉണ്ട്? സർക്കാരിന്റെ പണിക്കാരാണോ? അതെ, നമുക്ക് സർക്കാരിന്റെ ശമ്പളം ഇല്ലേ തരുന്നേ? നമ്മൾ സർക്കാരിന്റെ ശമ്പളം അതെ കൊടുക്കുന്നത് കൂലിക്കാർക്ക്. അങ്ങനെയൊക്കെയാ. കൊറേ പണിക്കാരുണ്ടോ? കൊറേ പണിക്കാരില്ല. ഇപ്പൊ ഇവിടെ 2 കൂട്ടേ ഉള്ളൂ. 4 പേര്. 5 പേര്. 5 പേര്. ഇതെല്ലാം ചൂടി പിടിക്കാനാ. ഇത് ഞാൻ കൊണ്ടുവന്നിട്ട് അത് കണക്ക് ആക്കും. പിച്ചി സെപ്പറേറ്റ് ചെയ്തെടുക്കും. ആദ്യത്തെ കണ്ടു. മീനാണോ കേട്ടോ അത്? എന്ത് ഗപ്പിയോ? ഈ വീടൊക്കെ കണ്ടോ താന്നു പോകുന്നുള്ള? അവരുടെ അതിർത്തി അത്. ഇത്രയും താഴ്ന്ന് ഇവിടെ താഴ്ന്നിരിക്കുക. ഭൂമി താഴ്ന്നെയാന്ന് തോന്നുന്നു. അത് പാലമായിരുന്നു തോന്നുന്നു. അത് പോയത്. അതും ഇത് കൂടെ വണ്ടി വരുമ്പോൾ എന്നിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ ക്രോസ് ചെയ്ത് ചെന്നൈ കഷ്ടപ്പെടുത്തി ഇവിടം വരെ കൊണ്ടുപോകുന്നത്. അതിന്റെ ഭംഗി ആസ്വദിക്കുന്നത് അങ്ങനെ വരണം. ഭംഗി അടിപൊളിയൊക്കെ തന്നെയാണ്. അതൊക്കെ നേരെ രസം ഉണ്ടായിരുന്നു അന്ന് വരാൻ വേണ്ടി. പക്ഷെ വെയിലൊക്കെ ശരിയില്ല.
അതിന്റെ ഭംഗിയെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് തന്നെ പോകണം. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ 2 വർഷം ഇത് നടന്നു പോയതെന്ന് മനസ്സിലാകുന്ന വഴി. അയ്യോ അത് നേരെ ഈ വീഡിയോ എടുക്കുന്ന മനുഷ്യൻ്റെ ഉണ്ണി ഈ വഴി മെനക്കെട്ട് നടന്നു പോയാണ് പോലും 2 വർഷം പഠിച്ചത്. അത് നല്ല പൊക്കത്തിലായിരുന്നേ വഴിയൊക്കെ. പഴയ റോഡ് താഴേന്നും പറഞ്ഞ് കാണിച്ചായിരുന്നില്ലേ. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ റോഡിന്റെ ലെവലിലായി വെള്ളം. ഇത് പഴയ ലെവലാണോ അല്ലെ പുതിയ പൊക്കിയെടുത്ത റോഡിന്റെ ലെവൽ? പൊക്കിയെടുത്ത റോഡിന്റെ ലെവലായതാ വെള്ളം. ഇതെന്താ മറ്റേ അവിടെ എന്തോ കേരള തീരം ഫാംസ്. ഓ കൊറേ ഫാം ഉണ്ടോ? ഇപ്പൊ വേലിയേറ്റം കയറുന്ന സമയമാണ്. ചിലപ്പം പറയാതിലുണ്ടാവും. ഇതിലും മോശമായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ആലോചിച്ചോക്ക അന്നേരം എങ്ങനെ ആയിരിക്കും. റോട്ടില് വെള്ളം ഇറങ്ങി എന്തായാലും നമ്മൾ വെള്ളത്തിൽ കൂടെ പോകേണ്ടി വരും. ഉറപ്പായി ഇപ്പൊ തന്നെ വെള്ളം വരും. കരിമീനുണ്ടാവോ? കരിമീനുണ്ടാവും. ഒരു ദിവസം നമുക്ക് മീൻ പിടിക്കാൻ പറഞ്ഞല്ലോ. എന്തായാലും അധികം മെനക്കെട്ടാണ് നടന്ന് ഈ വഴി വന്നെങ്കിലും പക്ഷെ നടന്ന് വന്ന് കണ്ടു. നല്ല രസമുള്ള വന്ന വഴി മൊത്തം ഇതുപോലെ നല്ല രസമുള്ള സ്ഥലങ്ങളായിരുന്നു. പക്ഷെ ഈ മെനക്കെട്ട് വന്ന് ഇങ്ങനത്തെ വ്യൂസ് കാണുമ്പോൾ ഒരു സന്തോഷം. നടന്നത് വെറുതെ ആയില്ലല്ലോ എന്നുള്ളൊരു സന്തോഷം. പാലം പണി ഇതുണ്ടോ? സൂം ചെയ്താൽ ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല, എന്നാലും കാണിച്ചു തരാം. അങ്ങ് മറ്റേ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന ആ സാധനം കണ്ടോ? അതവിടെ പെരുമൺ പാലം പണിയുന്നതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ആണ് ആ ഇത് ടവർ പോലെ കാണുന്നത്. കിട്ടിയോടാ അത്? കണ്ടു വണ്ടിയൊക്കെ ഒരു വണ്ടി കാര്യം വന്നു കഴിഞ്ഞാൽ ഇത്ര കാഴ്ച കാണാൻ ഒക്കത്തില്ല. വണ്ടി തുരുമ്പെടുക്കും നമ്മുടെ. വെള്ളം കയറി ഒഴുകുന്നുണ്ടോ? ഇപ്പുറത്തോട്ട് വെള്ളം കയറി ഇങ്ങോട്ട് പോകുന്നുണ്ടോ? തിരിച്ചു വരുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ വെള്ളത്തിൽ കൂടി വരും. ഇത് ഇപ്പൊ എത്ര ദൂരം വന്ന് കാണും നമ്മൾ? 1.5 കിലോമീറ്റർ നടന്നാണ്. നമ്മളിപ്പോ നമ്മൾ ആ റെയിൽവേ സ്റ്റേഷനിൽ ഒരു 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് നടക്കും. ഇനി എത്ര ദൂരം പോകാനുണ്ടാവും? ഇനി 1 കിലോമീറ്റർ. ഇനി 1 കിലോമീറ്ററോ? കൊള്ളാണ്. ഇനി 1 കിലോമീറ്റർ കൂടെ പോകണം പോലും. നീ എന്തിനാണ് ഇത്രയും ദൂരത്തുള്ള സ്കൂളിലൊക്കെ പഠിക്കാൻ വന്നേ? എന്തോ കാര്യമായിരിക്കും. വെറുതെ ആണോ? അതായിരുന്നു വഴി. പക്ഷെ നമ്മളിപ്പോൾ വെള്ളം ഇറങ്ങിയ കരയിൽ കൂടെയാണ്. ആ തോണി നമുക്ക് അക്കരെ അപ്പുറത്ത് നമ്മളങ്ങനെ നമ്മൾ അക്കരെ പോകാൻ പോകും. അക്കരെ എന്ന് വെച്ചാൽ എന്താ അവിടെയാണോ? ജസ്റ്റ് ഇത് ക്രോസ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ. എന്നിട്ട് ക്രോസ് വല്ലാണ്ട് ആഴം നിൽക്കണം. തോണിക്ക് വല്ലാണ്ട് ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലേ? ആണെന്നാണ്. പാലില്ലാത്തോണ്ട് സർക്കാർ ഇട്ടേക്കുന്നത്. സർക്കാരിന്റെ പേര് സർക്കാരിന്റെ ഇത്
പാലത്തിന് പകരം ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ പോലെ. സ്കൂളുണ്ടല്ലോ. സ്കൂൾ കുട്ടികളൊക്കെ ഇതിലാണോ പോയി വരിക? സ്കൂൾ കിട്ടാട്ടോ. ഇതിലേ പോകുന്നവരൊക്കെ? ഓ എനിക്കറിയാം, ഞാൻ ഇവിടെ പഠിച്ചാ. നല്ല കറങ്ങണമെങ്കിൽ 1200 രൂപ കൊടുക്കണം. ഞാൻ ബോട്ടിൽ മറ്റേ സർക്കാരിന്റെ മറ്റേ ഇതുണ്ടല്ലോ. ജെട്ടിലോട്ട് ഇറക്കത്തല്ലോ ഈ ജെട്ടി. ആ അത് ചേട്ടനും എന്നെ കളഞ്ഞിട്ട് പോയി. അവനും പോയി. തുണി കയറി ഇപ്പറെത്തി. ആൻഡ് ഇത് സർക്കാരിൻ്റെ സർവീസ് പോലെയാണ് പോലും, പാലം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഫ്രീ ആണ്, നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട. തിരിച്ചു പോകുമ്പോൾ ഉണ്ടാവുമെന്ന് ചോദിച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഫോറസ്റ്റ് പോലില്ലേ? അപ്പുറത്ത് മൊത്തം വെള്ളമായിരുന്നു. ഇവിടെ ഒരുപാട് കൊടുങ്കാട് പ്രത്യേകമില്ല. കൊടുങ്കാടല്ല, ഞാൻ പറയുകയാണെങ്കിൽ ഈ വയനാട്ടിലൊക്കെയുള്ള ഈ ട്രൈബൽ കോളനീസ് പോലെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ വഴികൾ, വീടുകൾ നോക്കാം കേട്ടോ, വഴികൾ കുറേ വലിയ വലിയ മരങ്ങളും. പോകെ പോകെ ഞാൻ പറഞ്ഞ പോലെ അത് വരുന്നുണ്ടെങ്കിൽ എന്തായി എടുത്തിട്ട് വീടുകളുടെയും ആ മോഡേണായിട്ടുള്ള വീടുകളൊക്കെ മാറിയിട്ട് വീട് കൊണ്ടിരിക്കുന്ന തണുപ്പുണ്ടല്ലേ? ആ ഇതിനൊക്കെ സുഖമുണ്ടല്ലോ. ഞാൻ വീട്ടിൽ അപ്പുറത്ത് പോകുന്നു. ഓഫീസ് ഓറഞ്ച് കേബിൾ ഓഫീസോ സിനിമ മാത്രം സ്ഥലം ഇപ്പം നേരിട്ട് കണ്ടു. പാട്ട് നഴ്സറി റൈംസ് പാടിക്കൊണ്ടിരിക്കും. വീണ്ടും വെള്ളത്തിൽ കിട്ടിയിരിക്കുന്നു. അവർക്ക് അങ്ങോട്ട് അവിടെ മാത്രമേ ഉള്ളൂ, ഇങ്ങോട്ട് ട്രാക്ക് എന്തിനാ? വഴി ഇങ്ങോട്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഒരു സെക്കൻഡ് ആ പട്ടി എന്നെ കടിക്കുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ഇല്ല, ആ ചേച്ചിമാരുടെ കൂടെ വരുമ്പം പോകുന്ന പട്ടിയാണ്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നിർത്തിയെന്താണെന്ന് വെച്ചാൽ ആൾക്കാരെ കണ്ടപ്പോൾ ഞാൻ നിർത്തിയതാണ്. അപ്പം ഈ മെനക്കെട്ട് ഇന്ന് വൈകുന്നേരം ഇടാനുള്ള വീഡിയോ എടുക്കാൻ വേണ്ടി നടന്ന് പോവുകയാണ്. കാലിലൊരു മുറിവൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം കക്ക വാരാൻ പോയപ്പം മുരിങ്ങ കൊണ്ട് കാല് മുറിഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും കുട്ടി നടക്കുകയാണ്. ആൻഡ് അങ്ങോട്ടാണ് സ്കൂള്. ഇവിടെ കടയൊക്കെ ഉണ്ട്. ഇതേ കടയുടെ പേര് കണ്ടോ? കുക്കുസോസ്. എൻ്റെ പേരിൽ ഞാൻ പോലും അറിയാതെ കടയുടെ ആണോ സ്കൂള്? ആ എന്നാ പിള്ളേർ പോട്ടെ. ഈ വഴി, ഈ പിള്ളേർ വരുന്ന വഴി കണ്ടോ? ആ വഴി മുകളിലേക്ക് കയറിയാണ് ഈ പുള്ളി പഠിച്ച സ്കൂളിലേക്ക് പോകുന്ന വഴി. മെനക്കെട്ട് ഇത്രയും ദൂരം പോകുന്നല്ലോ പഠിക്കാൻ. ഈ പോണ ഈ കയറ്റം കയറി നടക്കുന്ന, ഓ ഈ കയറ്റമൊക്കെ കയറിയാണോ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന ഉണ്ണി? എനിക്ക് വയ്യ. എങ്ങനെ പഠിക്കാനല്ലേ ഇങ്ങനെയൊക്കെ കയറി വന്നിട്ട്? എനിക്ക് വയ്യ. ഞാനേ ഇതൊന്ന് കയറി കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ എടുക്കാൻ കേട്ടോ. എൻ്റെ ദൂരം മൊത്തം നടന്ന് അവൻ പഠിച്ച സ്കൂള് കാണാൻ വന്നിട്ട് ഇവിടെ വന്നത് മിക്സറും വാങ്ങി തിന്നോണ്ട് ഇവിടെ വരുമ്പം ഞാൻ ഉച്ചക്ക് കൊണ്ടുവരുന്ന ചോറാ. ഈ കയറ്റം കയറി അവിടുന്ന് നടന്ന് ഇവിടെ എത്തുമ്പോഴേ പഴിയാവും. എന്നിട്ട് ആ ഉച്ചക്ക് ഇന്ന കൊണ്ടുവരുന്ന ചോറെടുത്ത് ഇന്റർവെല്ലിൽ നിന്നിട്ട് ഉച്ചക്ക് ഇവിടുന്ന് കഞ്ഞി മേടിച്ച് കുടിക്കുവായിരുന്നു. വിശപ്പ് മനസ്സിലാക്കാം. ഈ എന്താ ഇത്രയും ദൂരം നടന്നപ്പോ ഞാൻ ഇത്രയും ക്ഷീണിച്ചില്ലായിരുന്നു. പക്ഷെ ഈ ഒരൊറ്റ കയറ്റം കയറിയപ്പോ ഞാൻ ഒരു വഴിയായി. എനിക്കായേ ഇതിവിടെ നിന്ന് എങ്ങാനും കിടന്ന് ഉരുണ്ടു പോകുന്നതായിരിക്കുന്നല്ലോ എന്ന് എനിക്ക് തോന്നണേ.
ഓ എന്നെ കൊണ്ട് വയ്യ. ഞാൻ ഇനി കുറച്ച് മിക്സർ തിന്നിട്ടെ. ഈ സാധനം ഈ കട അവിടെ വെച്ചത് വളരെ ഒന്നാമത് സ്കൂളിൻ്റെ അടുത്ത്. ഇനി സ്കൂളില്ലായിരുന്നെങ്കിലും വേണ്ടിയില്ല. എന്താ അറിയോ, രാവിലെ ഈ കയറ്റം കയറി മുകളിലെത്തുമ്പോൾ എന്തായാലും വയറ് വിശക്കും. അന്നേരം തിന്നാനായിട്ട് പിള്ളേരെന്തായാലും എന്തെങ്കിലും കയറി വാങ്ങും അവിടുന്ന്. ഓ ഈ കണ്ട കയറ്റമൊക്കെ കയറ്റി വേർത്ത് കുളിച്ച് ഒലിച്ചിരിക്കുവാണെന്ന്. കുറച്ച് മിക്സർ കയറ്റട്ടെ. ഫുട്ബോളിന്റെ ഫ്ലെക്സ് ഒക്കെ ആദ്യമായിട്ട് കാണുന്നത്. പഠിച്ച സ്കൂളൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? പഴയ ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. നല്ലത്. ഞാൻ മറ്റേ പണ്ട് പഴയ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ കടകളിലൊക്കെ കുറച്ച് സാധനങ്ങൾ കാണില്ലേ, അങ്ങനത്തെ ഒന്നുമില്ല. ഉണ്ടാവും നോക്ക്. മിസ്സിലൊക്കെ സ്കൂളിൻ്റെ കടയിൽ നിന്ന് 2 സാധനം വാങ്ങി. ആ വഴി പോയി കഴിഞ്ഞാൽ വേടഞ്ചാടി മലയാണ് പോലും. വേടഞ്ചാടി മല എനിക്കറിയത്തില്ല, ഇവനെ കൊണ്ടുപോകുമ്പോൾ കാണിച്ചു തരാം. ഞാൻ സാധനം കാണിച്ചു കൊടുക്കട്ടെ. ഇതാണ് നമ്മൾ സ്കൂളിൻ്റെ പരിസരത്ത് നിന്ന് വാങ്ങിയ 2 സാധനം. ഇത് മറ്റേ പുളി അതാന്ന് തോന്നുന്നു. ഇതിന് എനിക്ക് തോന്നുന്നു മറ്റേ ഗുലാബ് ജാമിൻ്റെ ഒക്കെ ടേസ്റ്റ് പോലെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അറിയത്തില്ല കേട്ടോ. ഞാൻ എന്തായാലും തിന്ന് നോക്കട്ടെ. ആദ്യം നമുക്ക് മറ്റേ പുളിയുടെ സാധനം നോക്കാം. ഇത് പോകുമ്പോൾ 2-3 വാങ്ങിട്ട് പോവാം. ഞാൻ ഈ സ്കൂളിൽ അങ്ങനത്തെ ക്ലാസ്സിലെ +1 പഠിച്ചത്. ഇതാ കഞ്ഞിപ്പാര, ഇവിടുത്തെ കഞ്ഞിപ്പാര ഞങ്ങളുടെ കഞ്ഞി ചേച്ചി. ഗുഡ് മെമ്മറീസ്. ബാഡ് മെമ്മറീസ് മാത്രമേ. പഠിച്ച സ്കൂളിന്റെ ഓർമ്മ പുതുക്കാനായിട്ട് താഴത്തെയും മുകളിലത്തെയും കടയിൽ നിന്ന് ഓരോരോ സാധനങ്ങളും വാങ്ങി. ഇവിടെ എവിടെയാണ് എന്റെ ക്ലാസ് റൂം. രാവിലെ വന്നോണ്ടിരിക്കുന്നത് ആ കയറ്റം കയറുമ്പോ തന്നെ ഒരു വഴിയാവും. പഠിച്ച ക്ലാസ് റൂം കാണിച്ചു തരാന്നും പറഞ്ഞ് വരാതെ കൊണ്ടിരുത്തി വാങ്ങിയ സാധനങ്ങൾ തിന്നു തീർത്തി. അപ്പുറം നമ്മള് വലിഞ്ഞു കയറിയ കയറ്റം നമ്മള് പുറകെ കൂടെ വേറെ ഏതോ വഴി കൂടെ ഇറങ്ങിപ്പോവാണ്. നമ്മൾ അങ്ങോട്ട് പോയപ്പോ ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ കാറ്റടിച്ചിട്ട് ഓളം വെള്ളം ഇങ്ങനെ കയറി വരുന്നുണ്ട്. തിരിച്ചു വരുമ്പോ വെള്ളം ആയിരിക്കും എന്ന്. കണ്ടോ, തിരിച്ചു വന്നപ്പോ വെള്ളമായി. ഇത്രയും വെള്ളമുണ്ട്. അങ്ങോട്ട് പോകുമ്പോ കയറുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കണ്ടോ ഇത്രയും വെള്ളമുണ്ട്. ഇവിടെ ചെറിയൊരു തോട് പോലെ തന്നെയായി. ഇവിടെ ഞാൻ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ട് പോവാ. ഞാൻ അറിയുന്നില്ല എൻ്റെ മൈക്ക് ഓഫായ നഗ്ന സത്യം. ഞാനപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഈ ഒരു സ്പോട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, മറ്റേ സ്പോട്ട് പോലെ തന്നെ. അന്നേരം ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഇത്തിരി സൈഡിൽ ഇത്തിരി വഴി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ വഴി ഫുള്ള് വെള്ളം കയറി. നല്ലപോലെ വെള്ളം കയറി. ഒരു തുള്ളി പോലും വഴിയില്ല, മൊത്തത്തിൽ വെള്ളം കയറിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇതും പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. തിരിച്ച് വന്നപ്പോൾ അവിടെ ഫുള്ള് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വെള്ളം കയറിയിരുന്നു. പക്ഷേ മൈക്ക് ഓഫ് ആണെന്നുള്ളത് ഞാൻ അറിയുന്നില്ല ഗൈസ്. പിന്നെ ഈ വീഡിയോയ്ക്ക് ചെറിയൊരു ആട്ടം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറമാൻ അഥവാ ഉണ്ണി കാലിലെ മുറിവ് വെച്ചിട്ട് നനയാതെ എങ്ങനെയൊക്കെയോ ചാടിത്തുള്ളി വന്നപ്പം ഒന്ന് തെറ്റി വീഴാൻ പോയതിൻ്റെയാണ് ഈ ആട്ടം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.